ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഒടുവിൽ അശ്വതി എന്ന അഭിരാമിയെ അരുൺ കാണുകയും എങ്ങനെയെങ്കിലും അരുണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അശ്വതി അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നാലെ കാറെടുത്ത് അരുണും പിന്നാലെ പോകുന്നു. ഇതേ സമയം ശ്രീമോള് ബുക്ക് വാങ്ങി അവിടെ വന്നപ്പോൾ അമ്മയെ കാണുന്നില്ല. അവിടെയെല്ലാം നോക്കിയിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ഭിക്ഷക്കാരൻ ശ്രീമോളെ ശ്രദ്ധിക്കുകയും ശ്രീമോളുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രീമോള് ഓടി രക്ഷപ്പെടുന്നു. ഇതേ സമയം ശ്യാമയുടെ വീട്ടിലേക്കാണ് അശ്വതി ഓടി പാഞ്ഞു വരുന്നത്. എന്ത് പറ്റി എന്നൊക്കെ ശ്യാമ അശ്വതിയോട് ചോദിക്കുന്നുണ്ട്. ഒരു പതർച്ചയിലായിരുന്നു അശ്വതി. അശ്വതിക്കാണെങ്കിൽ അങ്ങോട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. വീണ്ടും വീണ്ടും ശ്യാമ എന്ത് പറ്റി, എന്താ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ അരുണിന്റെ പിന്നാലെ ഉണ്ടെന്ന് അശ്വതി പറയുന്നുണ്ട്. ആ സമയം അരുണിന്റെ കാറ് അതിലേക്കൂടെ പാസ് ചെയ്ത് പോയിരിക്കുന്നു. ദൈവമേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവെക്കുകയാണ് ശ്യാമ. എന്നിട്ട് അരുണേട്ടൻ ചേച്ചിയെ കണ്ടോ എന്ന് ചോദിക്കുന്നു. അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷനോടെ അവിടെ നിൽക്കുകയാണ് അശ്വതി. ആ സമയം അരുണിന്റെ കാറ് പിറകിലേക്ക് എടുക്കുകയും അശ്വതി ഈ അരുണിന്റെ കാറ് വരുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ശ്യാമ അശ്വതിയെ അകത്തെ എവിടെയെങ്കിലും ഒളിക്കാനായി പറയുന്നു. അരുണിന്റെ കാറ് നേരെ വന്നത് ശ്യാമയുടെ വീട്ടിലേക്ക്. ശ്യാമയും വലിയ ടെൻഷനിലാണ്. ഈ സമയം വീടിന്റെ ഒരു സൈഡിലായി മറഞ്ഞു നിൽക്കുകയാണ് അശ്വതി. അരുൺ കാറിൽ നിന്നും ഇറങ്ങി അവിടേക്ക് ഒന്ന് നോക്കിയിരിക്കുന്നു. ജയന്തി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല അരുണേട്ടനോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. ഒന്നും അറിയാത്തതുപോലെ ഞാൻ എന്റെ അനുജനെയും അനുജത്തെയും ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട്. അത്രേ ഉള്ളോ ഏട്ടാ എന്ന്. അല്ലാതെ വേറെന്തെങ്കിലും വിശേഷിച്ച് വല്ലതും ഉണ്ടോ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട്. അല്ല, ഇനിയിപ്പോ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് കരുതി. എനിക്കൊരു കാര്യം അവനോട് പറയാനുണ്ട്. എവിടെ അഖി എവിടെയെന്ന് അരുൺ ചോദിച്ചപ്പോൾ അഖിൽ സാർ അകത്തുണ്ടെന്ന് ശ്യാമ പറയുന്നു. ശരി, നമുക്ക് അകത്തേക്ക് പോകാം എന്ന് അരുൺ പറഞ്ഞപ്പോൾ വേണ്ട, അഖിൽ സാറിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാമെന്ന് ശ്യാമ പറയുന്നു. അയ്യോ അത് വേണ്ട, ഞാൻ അങ്ങോട്ട് ചെന്ന് അവനെ കണ്ടോളാം, അവനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അരുൺ അകത്തേക്ക് പോകുന്നു. ആ സമയം ശ്യാമേച്ചി എന്ന് പറഞ്ഞ് ശ്രീമോള് ഓടിപ്പാഞ്ഞ് അവിടെ എത്തി. ഇത് അരുണും കാണുന്നുണ്ട്. മോളെ എന്താ പറ്റിയത് എന്നൊക്കെ ശ്യാമ ചോദിച്ചപ്പോൾ ശ്രീമോള് പറയുന്നു, അമ്മയെ താടി മുടിയുള്ള ഒരാൾ എന്റെ പിന്നാലെ വന്നു, എനിക്കങ്ങ് പേടിയാവുകയാണ്. ആരാണെന്ന് അരുൺ ചോദിക്കുകയും അവിടേക്ക് പോയി നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അരുൺ അവിടേക്ക് പോയി നോക്കിയിട്ട് കാണുന്നില്ല. ഈ സമയം ശ്രീമോളോട് ശ്യാമ ചോദിക്കുന്നുണ്ട്, മോൾ എങ്ങനെ ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നതെന്ന്. ഞാനും അമ്മയും കൂടി വന്നതാണ് ഇവിടേക്ക്, എന്നാൽ അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി കളഞ്ഞു. ആ സമയം ഒരാള് എന്നെ പിടിക്കാനായി വന്നു, ഞാൻ ഓടി ഇവിടെ വന്നതാണ് എന്നൊക്കെ ഭയത്തോടെ ശ്രീമോള് ശ്യാമയോട് പറഞ്ഞപ്പോൾ ശ്യാമ ശ്രീമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശ്യാമെ അവിടെങ്ങും ആരെയും കണ്ടില്ലെന്ന് അരുൺ പറയുന്നു. മോളുടെ അമ്മയോ എവിടെയെന്ന് അരുൺ ശ്രീമോളോട് ചോദിക്കുന്നു. അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോ കാണാനില്ല എന്ന് ശ്രീമോള് പറഞ്ഞതോടെ ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ. അമ്മ ഇവിടെ വന്നായിരുന്നോ ചേച്ചി എന്ന് ശ്രീമോള് ശ്യാമയോട് ചോദിക്കുന്നു. ഇല്ല, ഞാൻ കണ്ടില്ല, മോള് ബാ അകത്തേക്ക് പോകാമെന്ന് പതർച്ചയോടെ ശ്യാമ പറയുന്നുണ്ട്. മോൾ ഇങ്ങോട്ട് ഒറ്റയ്ക്കാണോ വന്നത് എന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് ട്യൂഷന് വന്നതാണ്, അമ്മയും ഉണ്ടായിരുന്നോ? അവിടുന്ന് ബുക്ക് വാങ്ങാൻ പോയതാ, തിരിച്ചു വന്നപ്പോ അമ്മയെ കാണാനില്ല എന്ന് ശ്രീമോള് പറഞ്ഞപ്പോൾ അശ്വതി നിൽക്കുന്ന ഭാഗത്തേക്ക് ടെൻഷനോടെ നോക്കുകയാണ് ശ്യാമ. മോളെ ഒറ്റയ്ക്കാക്കി അമ്മ എവിടെ പോവാനാണ് എന്ന് അരുൺ ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് ശ്രീമോള്. അരുണേട്ടാ മോള് പേടിച്ച് നിൽക്കുകയാണ്, ഞാൻ അകത്തേക്ക് കൊണ്ടുപോയിക്കോട്ടെ? സാർ അരുണേട്ടൻ അകത്തേക്ക് വന്നോളൂ, ഞാൻ സാറിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ് ശ്യാമ. ശ്രീമോളെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതേ സമയം ജയന്തി ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയല്ലായിരുന്നോ? ജയന്തി വിചാരിക്കുന്നുണ്ട് ആദ്യം അശ്വതി ഭയന്ന് ഓടി വരിക, പിന്നെ കാറിൽ അരുൺ, അശ്വതിയെ രക്ഷപ്പെടുത്താൻ ശ്യാമയുടെ ശ്രമം, പിന്നാലെ ശ്രീകുട്ടി. അവളോട് ശ്യാമ അമ്മയെ കണ്ടില്ല എന്ന് പച്ചക്കള്ളം പറയുന്നു. എല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഇതിന്റെ പിന്നിൽ ഒരു ചെറുതല്ല വലിയ പ്രശ്നമുണ്ട്. ഏതായാലും ഐശ്വര്യ ഒന്ന് വിളിച്ച് കാര്യം പറയാം. ചില സംശയങ്ങൾ അരുണിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. അശ്വതി തന്നെ കണ്ടപ്പോൾ ഭയന്നോടിയ കാര്യം ഇപ്പോഴാണ് അരുൺ വീണ്ടും ഓർക്കുന്നത്. വീടിന്റെ ഒരു ഭാഗത്ത് മാറി നിന്ന് ജയന്തി ഐശ്വര്യ ഫോൺ ചെയ്യുന്നു. അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ജയന്തി ഐശ്വര്യ അറിയിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട ഐശ്വര്യ പറയുന്നു, നിൽക്ക്, അതിനേക്കാൾ പ്രധാനമായിട്ട് വേറൊരു കാര്യമുണ്ട്. അമ്മ അവളെ നേരിട്ട് കാണണം, അതും അരുണിന്റെയും ശ്യാമയുടെയും മുന്നിൽ വെച്ച് അവളെ പൊരിച്ചടുക്കണം. ബാക്കി കാര്യം ഞാൻ ചെയ്തോളാമെന്നും ഐശ്വര്യ പറയുന്നു. ഇത് കേട്ട് സന്തോഷത്തോടെ ജയന്തി നിൽക്കുന്നുണ്ട്. എന്തൊരു മനസ്സമാധാനം എന്ന് പറഞ്ഞ് ജയന്തി അവിടേക്ക് ഓടിപ്പോകുന്നു. ശേഷം കാണിക്കുന്നത് ഐശ്വര്യ ഈ കാര്യം അമ്മയെ അറിയിക്കാനായി വരുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കായിരുന്നു. അമ്മയുടെ അടുത്തേക്ക് സന്തോഷം വാർത്ത എന്ന പോലെ ഓടി വരുന്നുണ്ട്. അമ്മ അറിഞ്ഞോ, ആദ്യേട്ടന്റെ കള്ളക്കാമുകി ആ ശ്യാമയുടെ വീട്ടിലുണ്ട്. അമ്മ ചെന്ന് രണ്ടിനെയും കൈയോടെ പിടിക്കണം, ഈ കള്ളക്കളി അവസാനിപ്പിക്കുകയും ചെയ്യണം. വസുന്ധര വളരെ ദേഷ്യത്തോടെ പറയുന്നു. ഓഹോ, ശ്യാമയും അവളും അത്രയ്ക്കായോ? ഇന്ന് രണ്ടിനെയും ഞാൻ ശരിയാക്കുന്നുണ്ട്. ഇതേ സമയം ഇത് അമൃത കേൾക്കുന്നുണ്ടായിരുന്നു.
അത് മാത്രമല്ല ഇപ്പോ അവിടെ അരുണും ഉണ്ട്. അത് കേട്ടപ്പോൾ വസുന്ധര ഒന്ന് ഞെട്ടി. അമ്മ ചെന്ന് അരുണിന്റെ മുന്നിൽ വെച്ച് ശ്യാമയും അവളെയും അമ്മ പൊളിച്ചടുക്കണം. എന്നിട്ട് അരുൺ അവളെ കണ്ടോ എന്ന് വസുന്ധര ചോദിക്കുന്നു. തൽക്കാലം ആ കാര്യം ഞാൻ ജയന്തി ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മ ചെന്ന ശേഷം അരുൺ കൂടി കാര്യങ്ങൾ അറിയുന്നതാണ് ഒരു സസ്പെൻസ്. വസുന്ധര മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈശ്വര, അരുണും അവളും കൂടി കണ്ടാൽ എല്ലാം പോക്കാണല്ലോ. അമ്മ ഇവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ അവളെ രക്ഷപ്പെടുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് വസുന്ധരയെ ഇളക്കി വിടാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ. ഇതെല്ലാം അമൃത കാണുന്നുണ്ടല്ലോ. വലിയൊരു ഭൂകമ്പം തന്നെ നടക്കുമെന്നുള്ള മട്ടിൽ സന്തോഷത്തോടെ ഐശ്വര്യ നിൽക്കുന്നു. ദൈവമേ, അമ്മ അവിടെ എത്തിയാൽ ആകെ പ്രശ്നമാവുമല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശ്യാമയെ വിളിച്ചു പറയാം എന്ന് അമൃത മനസ്സിൽ വിചാരിക്കുകയും ശ്യാമയെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം മോളെ കുറിച്ച് ആലോചിക്കുകയാണ് അശ്വതി. ആ ബഹളത്തിനുള്ളിൽ ഞാൻ അവളെ മറന്നല്ലോ, എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നൊക്കെ അശ്വതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയം ചേച്ചി എന്ന് പറഞ്ഞ് ശ്യാമ അശ്വതിയുടെ അടുത്തേക്ക് വരുന്നു. എന്റെ മോള് എന്ന് അശ്വതി ചോദിച്ചപ്പോൾ, ചേച്ചി പേടിക്കണ്ട, ശ്രീമോള് ഇവിടെ തന്നെയാ വന്നത്. ചേച്ചി ഇവിടെ തന്നെ ഒളിച്ചിരുന്നോളൂ. അവിടെ മോളും ചേച്ചിയെ തിരക്കുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോ അരുണേട്ട് പോവും, പിന്നെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ അശ്വതിയെ വീണ്ടും ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് ശ്യാമ. എന്നിട്ട് ആരും അറിയാത്തതുപോലെ അപ്പുറത്തെ പോകുന്നു. ഈ സമയം ട്യൂഷൻ ക്ലാസ്സിന് വന്ന രണ്ട് കുട്ടികളും അപ്പുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പു ചേട്ടാ, എന്റെ അമ്മയെ കണ്ടോ എന്ന് പറഞ്ഞ ശ്രീമോൾ അപ്പുവിന്റെ അരികിലേക്ക് വന്നു. ഞാൻ എന്റെ അമ്മയെ ഇവിടെ എല്ലാം തിരക്കി ഒരിടത്തും കണ്ടില്ല, ബാ നമുക്ക് അവിടെ നോക്കാം എന്ന് പറഞ്ഞ അപ്പുവിനെ കൂട്ടി പോവുകയാണ് ശ്രീമോള്. ആ സമയം അശ്വതി എവിടേക്ക് വന്നു. ശ്രീകുട്ടി, നീ എവിടെ പോവുകയാണ് എന്ന് ശ്യാമ ശ്രീമോളോട് ചോദിച്ചപ്പോൾ ശ്രീമോള് പറയുന്നുണ്ട്, ശ്യാമ ചേച്ചി, എന്റെ അമ്മയെ കാണുന്നില്ല, എന്റെ അമ്മയെ നോക്കാൻ പോവുകയാണ്. എന്റെ അമ്മയെ കണ്ടോ ശ്യാമേച്ചി? ഞാനൊന്ന് അവിടെ പോയി നോക്കട്ടെ, നിങ്ങൾ പോയി ക്ലാസ്സിലിരിക്കേ എന്നൊക്കെ ശ്യാമ പറയുന്നു. ഇല്ല, എനിക്ക് എന്റെ അമ്മയെ കാണാതെ പറ്റില്ല, എനിക്ക് എന്റെ അമ്മയെ കാണണം എന്ന് ശ്രീമോള് വാശി പിടിക്കുകയും അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്യുന്നു. പിന്നാലെ തന്നെ കുട്ടികളും പോകുന്നുണ്ട്. ശ്രീമോൾ അവിടേക്ക് വരുന്നുണ്ട്. അശ്വതി അവിടെ മറഞ്ഞു നിൽക്കായിരുന്നു. ശ്രീമോളെ കണ്ടപാടെ വീണ്ടും അശ്വതി അവിടെ നിന്നും ഓടി മാറുന്നു. ശ്രീമോൾ ഒന്ന് അവിടെ നോക്കിയപ്പോഴും അമ്മയെ കാണുന്നില്ല. ശ്രീമോളാണെങ്കിൽ വല്ലാത്ത വിഷമത്തിലാണ്. മോളോട് താൻ ഇവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയാത്തതിന്റെ സങ്കടം അശ്വതിക്കും നന്നായിട്ടുണ്ട്. എന്റെ അമ്മയെ കാണുന്നില്ലല്ലോ എന്നൊക്കെ കൂട്ടുകാരോട് വിഷമത്തോടെ ശ്രീമോള് പറയുന്നുണ്ട്. ശ്രീമോളുടെ ഈ സങ്കടം അശ്വതിയും കാണുന്നു. ശ്യാമ അവിടേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. ശ്യാമ അവിടേക്ക് വന്നപ്പോൾ ശ്രീമോളെ കാണുകയും അശ്വതിയെ കാണുകയും ചെയ്യുന്നു. മോളെ, നിങ്ങൾ അപ്പുറത്തേക്ക് ചെല്ലേ, ബഹളം വെക്കരുത് കേട്ടോ എന്നൊക്കെ അശ്വതി ശ്യാമ പറഞ്ഞപ്പോൾ, എന്റെ അമ്മയെ കാണുന്നില്ലല്ലോ, എന്റെ അമ്മയെ എനിക്ക് കാണണം ചേച്ചി എന്ന് വിഷമത്തോടെ ശ്രീമോള് ശ്യാമയോട് പറയുന്നുണ്ട്. മോളെ, ബഹളം വെക്കല്ലേ, അപ്പുറത്ത് ഗസ്റ്റ് ഉള്ളതാണ്, മോളെയും കൊണ്ട് ചെല്ല് എന്നൊക്കെ അപ്പുവിനോട് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ശ്യാമ. അവിടെ തന്നെ നിന്നോളൂ, ഞാൻ വരാമെന്ന് ശ്യാമ അശ്വതിയോട് പറയുന്നു. ഇതേസമയം അരുൺ അഖിലിനോട് പറയുന്നുണ്ട്, അവിടെയാണെങ്കിൽ വാസുദേവനും ഉണ്ട്. നിങ്ങളുടെ രണ്ടാളുടെയും വെഡിങ് ആനിവേഴ്സറി നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് നടത്താൻ നമ്മുടെ ഒരു തീരുമാനം. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അത് തന്നെയാണെന്നും പറയുന്നു. ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുറകിലോട്ടും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ടെൻഷനോടെ. ദേവകിയും അവിടെ എത്തി. വന്നോളൂ, അകത്ത് കാപ്പി എടുത്ത് വെച്ചിരിക്കുകയാണ്, അത് കഴിച്ചിട്ട് വന്നിരുന്ന് സംസാരിക്കാമെന്ന് ദേവകി പറഞ്ഞപ്പോൾ ടെൻഷനോടെ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു, ഈശ്വര, അവിടെയാണല്ലോ ചേച്ചി, ഇനിയിപ്പോ എന്താ ചെയ്യാ? അവരകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ ഒരു പതർച്ചയോടെ പറയുന്നുണ്ട്, കാപ്പി ഞാൻ ഇങ്ങോട്ടെടുക്കാം, ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കാലോ, നല്ല കാറ്റുണ്ട്. അതെന്തിനാ, അകത്തിരിക്കാം, അവിടെയും നല്ല കാറ്റുണ്ട് എന്ന് പറഞ്ഞ് അഖിൽ അരുണിനെ കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. വാസുദേവനും ദേവകിയും കൂടെ പോയപ്പോൾ, ഈശ്വര, ഇനി എന്താ ചെയ്യാ? അശ്വതി ചേച്ചിയെ അരുണേട്ടൻ കാണല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ. അരുണാണെങ്കിൽ അകത്തിരുന്ന് ചായയും അതിന്റെ സ്നാക്സും കഴിക്കുന്നുണ്ട്. ഇതെല്ലാം ദേവകി ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ എന്ന് വാസുദേവൻ പറയുന്നുണ്ട് അരുണിനോട്. അതൊക്കെ കേട്ടവർ എല്ലാവരും സംസാരത്തിൽ സന്തോഷവാന്മാരാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ കൈപുണ്യത്തെ കുറിച്ച് സംസാരിക്കുകയാണ് അഖിൽ. നീ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ വെറുതെ കൊതിപ്പിക്കലേടാ എന്ന് അരുണും പറയുന്നുണ്ട്. അതിനെന്താ, മോൻ സമയം കിട്ടുമ്പോ ഇങ്ങോട്ട് വാ, ഞാൻ നല്ല കുത്തരിയുടെ പുട്ടും അങ്ങനെ കുറെ സാധനങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. ദേ പിന്നെ കൊതിപ്പിക്കുന്നു എന്ന് അരുണും. എന്നാക്കി ഞാൻ ഇറങ്ങട്ടെ എന്ന് അരുൺ പറയുന്നു. കൈ കഴുകുന്നത് ആ സൈഡിലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ശ്യാമ അശ്വതി ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നുണ്ട്. ചേച്ചി വന്നേ, സമയം കളയാനില്ല എന്ന് പറഞ്ഞ് അശ്വതിയെ അവിടെ നിന്നും മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു ശ്യാമ. ആ സമയം അമ്മ എന്ന് പറഞ്ഞ് ശ്രീമോൾ അവിടേക്ക് വരുന്നു. എന്റെ അമ്മ ഇത് എവിടെ പോയി? ഞാൻ എത്ര നേരമായി തിരക്കുന്നു അമ്മ എന്ന് പറഞ്ഞ് അവിടെ മുഴുവനും അമ്മയെ തിരക്കുകയാണ് ശ്രീമോള്. ശ്യാമ അവിടേക്ക് വന്നപ്പോൾ ശ്യാമേച്ചിയോട് എന്റെ അമ്മ എവിടെയെന്ന് ശ്രീമോള് സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ശ്രീമോളെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് ശ്യാമ. ഇതേ സമയത്താണ് അമൃത ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്നാൽ ശ്യാമ ഫോൺ എടുക്കുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ അമൃത ആലോചിക്കുന്നു.
അപ്പുവിനോട് ശ്രീമോളെ അങ്ങോട്ടേക്ക് ആ പിള്ളേരെ കൊണ്ടുപോയി കളിപ്പിക്കാൻ പറയുകയാണ് ശ്യാമ. ഇതാരാണാവോ വിളിച്ചത് എന്ന് പറഞ്ഞ് ഫോൺ നോക്കുകയാണ് ശ്യാമ. ശ്യാമയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മ ശ്യാമയുടെ വീട്ടിലെത്തിയാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ടെൻഷനോടെ അമൃത ആലോചിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.